ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഭാഗം നോക്കാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the nth term of a sequence is 2n minus 3. Find its 15th term. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് nth ടേം തന്നിട്ടുണ്ട്. nth ടേമിനെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? Tn ആണ് റെപ്രസെന്റേഷൻ, അതിന്റെ റെപ്രസെന്റേഷൻ. സോ Tn is equal to 2n minus 3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 15th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15th ടേം T15 is equal to ക്വസ്റ്റ്യൻ മാർക്ക് നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. T15 is equal to അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഒരു 15th ടേം കിട്ടണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ a plus n minus 1 into d ആണ്. ഈ n എന്ന് പറഞ്ഞത് ഇവിടെ 15 ആണ്. സോ a plus 15 minus 1 into d is equal to a plus 15 minus 1 14d. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പോ എയും ഡിയും കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 15th ടേം കിട്ടും. അപ്പൊ എങ്ങനെ എയും ഡിയും കിട്ടും? എയും ഡിയും കിട്ടണമെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അറിയണം. അതായത് ആ ഗിവൺ സീക്വൻസ് അറിഞ്ഞാലാണ് നമുക്ക് എയും ഡിയും കിട്ടുള്ളൂ. അപ്പൊ ഓൾറെഡി nth ടേം നമുക്ക് തന്നിട്ടുണ്ട് 2n minus 3. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ n-ന് 1 കൊടുക്കുവാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ഫസ്റ്റ് ടേം ആയിരിക്കും. n-ന് 2 കൊടുക്കുവാണെങ്കിൽ അവിടെ കിട്ടുന്നത് സെക്കൻഡ് ടേം ആയിരിക്കും. n-ന് 3 കൊടുക്കുവാണെങ്കിൽ അവിടെ കിട്ടുന്നത് തേർഡ് ടേം ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? n is equal to 1 അത് അപ്ലൈ ചെയ്യും. അപ്പൊ n is equal to 1. അപ്പോൾ ഇവിടെ t എന്തെഴുതാം? 1 എഴുതാം. T1 is equal to 2 into ഈ n-ന് പകരം നമുക്ക് എന്തെഴുതാം? 1 minus 3 is equal to 2 minus 3 is equal to -1. അപ്പൊ ഫസ്റ്റ് ടേം എന്ത് കിട്ടി? നമുക്ക് -1 കിട്ടി. ഇനി n is equal to 2 നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ n-ന് പകരം നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? 2. അപ്പോൾ സെക്കൻഡ് ടേം T2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം is equal to 2 into ഇൻസ്റ്റെഡ് ഓഫ് n നമുക്ക് എന്ത് എഴുതാം? 2 minus 3 is equal to 4 minus 3 is equal to 1. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി. ഒരു ടേമും കൂടി നമുക്ക് എഴുതി നോക്കാം, തേർഡ് ടേം. സോ T3 തേർഡ് ടേമിനെ നമ്മൾ എങ്ങനെ എഴുതും? T3 is equal to 2 into ഇൻസ്റ്റെഡ് ഓഫ് n നമുക്ക് എന്ത് എഴുതാം? 3 എഴുതാം. മൈനസ് 3 is equal to 6 minus 3 is equal to 3. അപ്പൊ നമുക്ക് ആവശ്യമുള്ള AP കിട്ടിയപ്പോ, അതായത് ഫസ്റ്റ് ടേം -1, സെക്കൻഡ് ടേം. അപ്പൊ ഗിവൺ AP എന്താണ്? ഇപ്പോ AP is -1, 1, 3. ഇതാണ് ഇപ്പൊ നമ്മുടെ AP. ഓക്കെ, അപ്പൊ ഈ ഒരു APയിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക? A എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. A is equal to -1. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടണം. കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എത്രയാ? 1 മൈനസ് -1 is equal to മൈനസും മൈനസും പ്ലസ്. സോ 1 plus 1 2. ഇപ്പൊ കോമൺ ഡിഫറൻസ് 2 കിട്ടി. ഒപ്പം തന്നെ ഫസ്റ്റ് ടേം -1 കിട്ടി. ഇനി നമുക്ക് 15th ടേം കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്താൽ മതി. എക്ക് പകരം നമുക്ക് -1 കൊടുക്കാം, പ്ലസ് 14 into ഡിക്ക് പകരം 2 കൊടുത്തു is equal to 28. -1 വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടാം. സോ 28 minus 1 27. 28ന്റെ സൈൻ പോസിറ്റീവ്, സോ പോസിറ്റീവ് 27. So positive 27, that is the 15th term of this given AP. Okay. അപ്പൊ nth term തന്നിട്ട് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ n-ന് പകരം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? 1, 2 അങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ കൺസേൺ ടേം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the pth term of an AP is 2p plus 3. Find the AP. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? പീത്ത് ടേം എങ്ങനെയാണ് നമ്മൾ എഴുതാം? nth ടേം എങ്ങനെ എഴുതിയത്? Tn എഴുതി. അപ്പൊ പീത്ത് ടേം എങ്ങനെ എഴുതും?
ടി പി എന്ന് എഴുതും. ഇതെങ്ങനെ വായിക്കും നമ്മൾ? പീത്ത് ടേം. ഓക്കെ, ടി പി ഇങ്ങനെയാണ് എഴുതുക. പീത്ത് ടേം ഓഫ് എൻ എ പി ഈസ് 2p + 3. ഇറ്റ്സ് ഗിവൺ. നമുക്ക് കണ്ടുപിടിക്കാൻ, നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? എ പി കണ്ടുപിടിക്കണം. എ പി കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം അങ്ങനെ മിനിമം 3 ടേംസ് എങ്കിലും നമ്മൾ എഴുതി റെപ്രസെന്റ് ചെയ്താലാണ് ആ ഒരു ഗിവൺ എ പി ആവുള്ളൂ. ഓക്കെ, ഈ പിക്ക് നമ്മൾ 1 കൊടുക്കുവാണെങ്കിൽ, അതായത് പി = 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുക ഫസ്റ്റ് ടേം ആണ്. പി = 2 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുക സെക്കൻഡ് ടേം ആണ്. പി = 3 കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുക തേർഡ് ടേം ആണ്. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കൊടുത്തു നോക്കിയാലോ. പി = 1. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി ടി, പിക്ക് പകരം 1. T1 is equal to 2 into, instead of p നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. +3 is equal to 2 + 3 is equal to 5. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. 5 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേം കിട്ടാൻ p = 2 നമുക്ക് അപ്ലൈ ചെയ്യാം. സോ T1 പകരം ഇവിടെ 2 ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോ T2 is equal to 2 into p ക്ക് പകരം 2 + 3 is equal to 4 + 3 is equal to 7. അപ്പൊ ഫസ്റ്റ് ടേം 5 ആയി, സെക്കൻഡ് ടേം 7 ആയി. അപ്പോ നമുക്ക് എ പി എങ്ങനെ എഴുതാം? എ പി = 5, 7, അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ വരുന്നത്? 2 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തേർഡ് ടേമും കൂടി എഴുതി നോക്കാം. T3 = 2 into p ക്ക് പകരം 3 എഴുതി. 3 + 3 is equal to 6 + 3 is equal to 9. അപ്പൊ തേർഡ് ടേം എത്രയായി? 9 ആയി. 5, 7, 9 എഴുതി അവസാനിപ്പിക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 30th ടേം ഓഫ് ദി സീക്വൻസ്. സീക്വൻസ് അവിടെ തന്നിട്ടുണ്ട്. 1/2, 1, 3/2. ഇതാണ് ഗിവൺ എ പി. നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 30th ടേം ഓഫ് ദി എ പി ആണ്. അപ്പൊ ഈ ഗിവൺ എ പിയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടേം is equal to 1/2. സോ ഫസ്റ്റ് ടേം is equal to 1/2. ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്താണ് റെപ്രസെന്റേഷൻ? എ എന്നാണ് റെപ്രസെന്റേഷൻ. T1 ആണ്, അതായത് ഫസ്റ്റ് ടേം ആണ്, അതിനെ റെപ്രസെന്റ് ചെയ്യുക എ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഫസ്റ്റ് ടേം 1/2 എഴുതി. ഇനി കോമൺ ഡിഫറൻസ് കിട്ടണം നമുക്ക്. കോമൺ ഡിഫറൻസ് is equal to, എപ്പോഴും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1 ആണ്. 1 - 1/2. 1 - 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് കിട്ടും. ഒന്നിൽ നിന്ന് ഹാഫ് കുറച്ച് കഴിഞ്ഞാൽ ഹാഫ്. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് ഹാഫ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30th ടേം ആണ്. എങ്ങനെ 30th ടേം എഴുതും നമ്മൾ? T30 is equal to, എന്താണ് ഇക്വേഷൻ? A + n - 1 into d ആണ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എക്ക് പകരം നമുക്ക് ഹാഫ് എഴുതാം. പ്ലസ് n - 1 പകരം എന്ത് എഴുതാം? n - 1 പകരം 30 - 1. So it is 29 into d. ഡിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? കോമൺ ഡിഫറൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഹാഫ്. സോ ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് 29/2. ഇവിടെ ഒരു ഫ്രാക്ഷനും അടുത്തൊരു ഫ്രാക്ഷനും തന്നിട്ടുണ്ട്, ഇടയിൽ ഒരു പ്ലസ് സൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കണം? LCM എടുക്കണം. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇസ് ഈക്വൽ ടു 1 + 29/2 is equal to 30/2. സോ നമുക്ക് എന്ത് കിട്ടി? 15 കിട്ടി. സോ 30th ടേം ഓഫ് ദി ഗിവൺ എ പി എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 100th ടേം ഓഫ് ദി സീക്വൻസ്. സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. √5, 2√5, 3√5. ഒരു സീക്വൻസ് തന്നാൽ തന്നെ ആദ്യം തന്നെ നമ്മൾ എഴുതി ഇത് ഫസ്റ്റ് ടേം a is equal to √5. അപ്പൊ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് എടുക്കാം. കോമൺ ഡിഫറൻസ് is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2√5 ആണ്. സോ 2√5 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് √5. 2√5ൽ നിന്ന് ഒരു √5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? √5. ഇനി അതിൽ കൺഫ്യൂഷൻ ഉള്ള കുട്ടികൾ ഒന്ന് നോക്കുക. 2x - x ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x കിട്ടും. 2xൽ നിന്ന് ഒരു x പോയാൽ x. 2√5ൽ നിന്ന് ഒരു √5 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? √5.
എയും കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് എത്രാമത്തെ ടേം ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 100th ടേം ഓഫ് ദി എ പി. സോ നമ്മൾ എഴുതി T100 is equal to, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? A plus n minus 1 into d ആണ്. n പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 100. സോ A plus 100 minus 1, സോ 99d. എക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? √5 plus 99 into, ഇൻസ്റ്റെഡ് ഓഫ് d നമുക്ക് √5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ √5 പ്ലസ് 99 √5 എന്ന് പറയുമ്പോൾ 99 into √5 എന്ന് പറയുമ്പോൾ 99 √5. സോ ഇസ് ഈക്വൽ ടു √5 പ്ലസ് 99 √5. അപ്പൊ എത്ര ആൻസർ കിട്ടാം? 100 √5. അപ്പൊ എക്സ് പ്ലസ് 99x നമ്മൾ എങ്ങനെ എഴുതും? 100x എന്ന് എഴുതും. അതേപോലെ തന്നെ √5 പ്ലസ് 99 √5 എന്ന് പറയുമ്പോൾ 100 √5. ഇതാണ് 100th ടേം ഓഫ് ദി ഗിവൺ സീക്വൻസ്. നമ്മുടെ 5th ക്വസ്റ്റ്യൻ ആണ്. Is 402 is a term of the sequence 8, 13, 18, 23. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? 402 ഈ ഒരു എ പിയുടെ ഭാഗമാണോ അല്ലയോ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യാം? നമ്മൾ ഈ ഒരു 402 ഇതിലുള്ളതാണ് ആദ്യം കൺസിഡർ ചെയ്തു. ഇതിനെ നമുക്ക് ലാസ്റ്റ് ടേം ആക്കി വിചാരിക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ടേം ആണ് ഏത്? 402 ലാസ്റ്റ് ടേം ആക്കി നമ്മൾ എടുത്തു. ഓൾറെഡി ഈ എ പിയിൽ 8, 13, 18, 23 തന്നിട്ടുണ്ട്. ആ ഒരു ഗിവൺ എ പിയിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? 8 ആണ് ഫസ്റ്റ് ടേം. സോ a is equal to 8. ഒപ്പം തന്നെ കോമൺ ഡിഫറൻസ് നമുക്ക് എഴുതാം. കോമൺ ഡിഫറൻസ് is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സോ is equal to 13 minus 8 is equal to 5. അപ്പൊ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും നമുക്ക് കിട്ടി. അപ്പോ ലാസ്റ്റ് ടേം നമുക്ക് എങ്ങനെ എഴുതാം? L എന്നാണ് റെപ്രസെന്റേഷൻ ലാസ്റ്റ് ടേമിന്റെ. അത് നമ്മൾ 402 ആക്കി എടുത്തു. ലാസ്റ്റ് ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? A plus n minus 1 into d എന്ന് എഴുതാം. is equal to 402 എന്ന് എഴുതി. എക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. എത്രാമത്തെ ടേം ആണ് ഈ ഒരു 402 ഈ ഒരു ഗിവൺ എ പിയിൽ നിന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോമൺ ഡിഫറൻസ് നമുക്കറിയാം 5, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 8നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. സോ 402 മൈനസ് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 394. ഓക്കെ, ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. സോ 5n മൈനസ് 5, 5n അവിടെ തന്നെ വെച്ചു. 394 അവിടെ തന്നെ ഉണ്ട്. ഈ മൈനസ് 5 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 5. സോ 5n is equal to 390, 4 5 9. സോ 399. n is equal to 399 divided by 5. ഡിവൈഡ് ചെയ്യുമ്പോൾ 39ൽ 7 ടൈംസ് ബാക്കി 4, 49ൽ 9 ടൈംസ് ബാക്കി 4. സോ പോവില്ല, നമ്മൾ പോയിന്റ് ഇട്ടു. 14നകത്ത് 8 ടൈംസ്. അപ്പൊ നമുക്ക് ഇത് എത്രാമത്തെ ടേം എന്നാ കിട്ടിയേ? 79.8. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉള്ള വാല്യൂ വന്ന, ഡെസിമൽ വാല്യൂ വന്ന. ശരിക്കും ഇത് എത്രാമത്തെ ടേം എന്നുള്ളത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, അല്ലാണ്ട് 2.5 ടേം എന്നൊന്നും നമ്മൾ പറയില്ല. അല്ലെങ്കിൽ 79.8 ടേം എന്നൊന്നും നമ്മൾ പറയില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഹോൾ നമ്പർ ആണെങ്കിൽ ഈ 402 എന്നുള്ളത് ഈ ഒരു എ പിയിലുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഒരു 79 ആ കിട്ടിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. 79 ആണെങ്കിൽ നമുക്ക് എഴുതാം, എന്ത് എഴുതാം? ഈ ഒരു 402 എന്നുള്ളത് എ പിയിലുള്ളതാണ്, 79th ടേം എന്ന് എഴുതാം. പക്ഷെ ഡെസിമൽ വാല്യൂ വന്നാൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഈ ഒരു 402 ഈ ഒരു എ പിയുടെ ഭാഗമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Is 402 is a term of the given AP. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈ 402 എന്നുള്ളത് ഈ ഒരു എ പിയുടെ ഭാഗമല്ല. നോ എന്നാണ് ആൻസർ വരിക. ഓക്കെ.